കർണാട്ടിക് കമ്പോസിഷൻസും അല്ലെങ്കിൽ കർണാട്ടിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് വളരെയധികം ലിങ്ക്ഡ് ആണ്. ക്ലാസിക്കൽ മ്യൂസിക് ആയാലും ഒരു ക്ലാസിക്കൽ സോങ് ആയാലും ഇപ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ കാണുന്ന ഓഡിയൻസിന് അത് എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു കമ്പോസിഷൻ ചിലപ്പോൾ മോസ്റ്റ്ലി സംസ്കൃത് ലാംഗ്വേജോ തമിഴ് ലാംഗ്വേജിലൊക്കെ ആയിരിക്കും. പക്ഷേ ഡാൻസിൽ അതിൻ്റെ ഭാവം അല്ലെങ്കിൽ ആ ഇമോഷൻ എക്സ്പ്രഷൻ ജനലിലേക്ക് വളരെയധികം അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ലിങ്ക്ഡപ്പായി കിടക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു പെർഫോമൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സംഗീതം അത്യാവശ്യമാണ്. സംഗീതം എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ കർണാട്ടിക് മ്യൂസിക്കും ഡാൻസുമാണ് ലിങ്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കർണാട്ടിക് മ്യൂസിക് എന്താണോ അതിന് ജീവൻ കൊടുക്കാൻ നമ്മുടെ ഡാൻസിന് കഴിയുന്നുണ്ട്. ഡാൻസിന് അതായത് നൃത്തത്തിന് ജീവൻ കൊടുക്കാൻ മ്യൂസിക്കിന് കഴിയും. 2500 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ത്രേതായുഗത്തിൽ രചിക്കപ്പെട്ട ഒരു അമൂല്യ ഗ്രന്ഥമായിട്ടാണ് നമ്മുടെ നാട്യശാസ്ത്രത്തെ കണക്കാക്കപ്പെടുന്നത്. നാട്യശാസ്ത്രം എന്ന് പറയുമ്പോൾ അതില് നാട്യശാസ്ത്രം പറയുമ്പോൾ തന്നെ പറയുന്നത് അത് ഒരു കലയെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമല്ല. സാധാരണ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുമ്പോൾ നൃത്തത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടകത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ സംഗീതത്തിന് വേണ്ടി മാത്രമുള്ളത് എന്നുള്ള ചിന്തയുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഇത് സകല കലകളെയും സകല വിദ്യകളെയും സകല യോഗങ്ങളെയും സകല കർമ്മങ്ങളെയും എല്ലാത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥം തന്നെയാണ് നാട്യശാസ്ത്രം. അത് ഒരു പരിധിവരെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നാട്യശാസ്ത്രത്തിൽ നമ്മുടെ ഭരതമുനി ഒരു ശ്ലോകം പറയുന്നുണ്ട്: നത ജ്ഞാനം നത ശില്പം നസ വിദ്യ നസ കല നസൗ യോഗോ നത കർമ്മ നാട്യോസ്മിൻ എന്ന ദൃശ്യത്തെ. അപ്പൊ ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ജ്ഞാനം, ശില്പം, വിദ്യ, കല, യോഗം, കർമ്മം ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് നാട്യശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിൽ പൊതുവില് പറയുകയാണെങ്കിൽ അതില് നാട്യമുണ്ട്, സംഗീതമുണ്ട്, ഇതെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്നത് അന്ന് തന്നെ രചിക്കപ്പെട്ടു. പിന്നെ അതുപോലെ ഈ 6000 നൃത്തങ്ങളോടുകൂടി 36 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന നാട്യശാസ്ത്രത്തില് പ്രധാനമായും നാട്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സംഗീതത്തെക്കുറിച്ചും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതിന്റെ കണക്ഷൻസ്, അതുപോലെ തന്നെ ഓരോ വരിക്കനുസൃതമായിട്ടുള്ള മുദ്രകള്, അഭിനയങ്ങള്, ഇതെല്ലാം എങ്ങനെയാണെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. സർവലക്ഷണ ഗ്രന്ഥമാണ്. അതിൽ പരാമർശിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതിൽ ഒരു കണക്ഷൻ ഇതും രണ്ടും കൂടെ ചേർന്ന് വരുന്നു. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ താളങ്ങള് ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. താളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സപ്തതാളങ്ങൾ തന്നെ ആദ്യം പറയണം. സപ്തതാളങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈഹം, മദ്യം, യുഗം, ചമ്പ, ത്രിപുര, അട, ഏകം. അപ്പൊ ഈ താളങ്ങൾ വെച്ചിട്ട് നമ്മള് എന്താണോ ഈ താളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, താളം എന്ന് പറയുമ്പോൾ മ്യൂസിക്കിന്റെയും ഡാൻസിന്റെയും ഒരു മെഷർമെന്റ് ആണ്. സ്കെയിൽ എങ്ങനെയാണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ഈ മ്യൂസിക്കിനും ഡാൻസിനും താളം എന്ന് പറയുന്നത്. താളം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നൃത്ത രൂപം സൃഷ്ടിക്കാൻ പറ്റില്ല, മ്യൂസിക്കും സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ താളങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഉദാഹരണം ആദ്യ താളം ഇത് ആദ്യ താളം അല്ലെങ്കിൽ ത്രിപുര താളം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ താളങ്ങൾ ഇടുന്നതിന് നമ്മൾ ഈ വിരലുകൾ എണ്ണുന്നതിനും കയ്യിൽ ഇരിക്കുന്നതിനും ഒക്കെ പറയുന്നത് ലഘുദ്രുതം, അനുദ്രുതം എന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതില് ഡാൻസും മ്യൂസിക്കും ഒക്കെ അടുത്തിൽ പഠിക്കുമ്പോഴേ അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ വിരലുകൾ എണ്ണി മെഷർമെന്റ് ചെയ്യുന്നതിന് നമ്മള് ഒരു രീതി കൂടെ ഉണ്ട്. അതായത് പഞ്ചജാതി അല്ലെങ്കിൽ പഞ്ചനട എന്നുള്ള ഒരു സംഗതി കൂടെ ചേർക്കുന്നു. അപ്പൊ ബേസിക് ആയിട്ട് പഞ്ചനട എന്ന് പറയുമ്പോൾ ചതുരസ്രം, തിസ്രം, മിശ്രം, ഖണ്ഡം, സംഗീതം, ഇങ്ങനെ 5 ജാതികൾ. ചതുരസ്രം, തിസ്രം, മിശ്രം, ഖണ്ഡം, സംഗീതം. ഈ 5 നടകൾ വച്ചിട്ടാണ് നമ്മൾ പിന്നെ സ്റ്റെപ്സുകളെ ഉപയോഗിച്ചെടുക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ ബേസിക് സ്റ്റെപ്സുകള് തട്ടിടവ്, നാട്ടിടവ്, വിത്തുമെട്ടടവ്, പരവരടവ്,
പിന്നെ അതുപോലെ തന്നെ കോർവയടവ്, ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മൾ താളം യൂസ് ചെയ്യുന്നുണ്ട്. തക്കടവില ഒന്നാമത്തെ അതിന് നമ്മൾ പറയുന്ന ചൊല്ലാണ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ്. ഇത് ആദ്യ താളമാണ്, അതായത് ത്രിപിട താളം. ഓക്കെ, ത്രിപിട താളത്തിൽ നമുക്ക് 1, 2, 4, 5, 6, 7 വരെ ചെയ്യാം. 3ഉം 8ഉം നമുക്ക് രൂപക താളത്തിൽ ചെയ്യാം. രൂപക താളത്തിൽ ഞാൻ കാണിച്ചു തരാം. തെയ് തെയ് താ തെയ് തെയ് താ. ഇത് ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അല്ലാതെ രൂപക താളം വേറെ രീതിയിലും കൂടെ ഇടാം. 1, 2, 3 1, 2, 3, 4, 5, 6 1, 2, 3, 4, 5, 6 ഇങ്ങനെ രൂപക താളം നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ താളത്തിൽ പറയുമ്പോൾ ഇതുപോലെയാണ് ഇനി 8ാമത്തത് വരുന്നത്. ഈ രൂപക താളത്തിലാണ് വരുന്നത്. അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ പഞ്ചജാതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചജാതി അല്ലെങ്കിൽ പഞ്ചനാട എന്ന് പറയുന്നത് അതിൽ ഓരോ ജാതിയായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് ചതുരസം, മിശ്രം, മിശ്രം, ഖണ്ഡം, സങ്കീർണം. ഇതിന് ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ചതുരസ്രത്തിനാണെങ്കിൽ ത ക ഹി വി എന്ന് പറയും. അത് ചിത്രത്തിനാണെങ്കിൽ ത ഹി ത എന്ന് പറയും. അത് ഖണ്ഡത്തിനാണെങ്കിൽ ത ക ത ഹി ത എന്ന് പറയും. അത് മിശ്രത്തിൽ വരുമ്പോൾ ത ക ഹി വി ത ഹി ത എന്ന് പറയും. അടുത്ത 9ആണ് സങ്കീർണം വരുന്നത്. അപ്പോൾ 9 വരുമ്പോൾ ത ഹി ത ക ഹി വി ത ക ത ഹി ത. ചതുരസ്രം 4, ചിത്രം 3, ഖണ്ഡം 5, മിശ്രം 7, സങ്കീർണം 9 എന്നുള്ള കണക്കിലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡാൻസിനെ കമ്പോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു പുതിയൊരു പാട്ടിന്റെ ഈണത്തിനനുസരിച്ചുള്ള ചുവടുകൾ കൊടുക്കുന്നതും ഒക്കെ ഈ താളങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അരങ്ങേറ്റം കുറിക്കുന്നത് തൊട്ട് ഒരു തിയാന വരെ എത്തിപ്പെടുന്ന ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കർണാടിക് മ്യൂസിക്കുകളാണ് അടുത്ത് വരുന്നത്. അതിൽ ഒന്നാണ് മെയിൻലി പറയാലോ നമ്മുടെ ഗണപതി സ്തുതി, പുഷ്പാഞ്ജലി, ഇതൊക്കെ. അതില് താരതജം, പിന്നെ അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ തത്തോടകട്ടാം. ഇത് 3 പേര് ഗംഭീര നാട്ടയിലാണ് വരുന്നത്. ഗംഭീര നാട്ട ആദ്യ താളത്തിലൊക്കെ വരുന്നതാണ്. വളരെ മനോഹരമാണ്. ഞാനൊക്കെ യൂഷ്വലി മിക്കവാറും എടുക്കുന്ന സോങ്സ് ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് ചിത്ര അലാരിപ്പ് എടുക്കുന്നത്. അതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് വരുന്നതാണ് ഗണേശ്വരം. ചക്രവാണി രാഗത്തിൽ വരുന്നതാണ് ആദ്യ താളം. വളരെ മനോഹരമായ ഒരു കമ്പോസിഷനാണ്. പിന്നെ വരുന്നത് നമ്മുടെ ചെടിസ്വരം. യൂഷ്വലി നമ്മൾ എടുക്കുന്നതാണ് അത് ആരബി രാഗത്തിലുള്ളതാണ്, ആദ്യ താളമാണ്. പിന്നെ കമാസ് നമ്മൾ ചെയ്യാറുണ്ട്. കമാസ് എന്ന് പറയുമ്പോൾ സ്വരജതി. അതുപോലെ നമുക്ക് മെയിനായിട്ട് പദം ശബ്ദമൊക്കെ വരുന്നുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കല്യാണരാമം എന്ന് പറയുന്നത്. അത് വന്നിട്ട് ഹംസനാദമാണ് രാഗം, ആദ്യ താളമാണ്. അതുപോലെ വേറൊന്നാണ് അംബ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. അത് നല്ലൊരു ഐറ്റം. അതിന് വരുന്നത് പന്തീപ് രാഗമാണ്, ആദ്യ താളമാണ്. ഇത് രണ്ടും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഐറ്റമാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കീർത്തനങ്ങളാണ്. കീർത്തനങ്ങളിൽ ഒന്ന് സ്വാതിരുനാൾ കീർത്തനമായ നമ്മുടെ ശങ്കര ശ്രീഗിരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ശിവനെ കുറിച്ചുള്ളതാണ്. അത് നല്ലൊരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ അതിൽ വരുന്നതെന്ന് പറയുമ്പോൾ രാഗം വന്നിട്ട് ഹംസാനന്ദി രാഗമാണ്. അതുപോലെ തന്നെ താളമാണ്. പിന്നെ ഒരെണ്ണം നടനമായിരുന്നു. ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിൻ്റെ എന്ന് പറയുമ്പോൾ വസന്ത രാഗമാണ്. അതുപോലെ ഒരു ഐറ്റമാണ് സ്ഥിതി. എനിക്ക് ഇഷ്ടമുള്ള ഐറ്റമാണ് നമ്മുടെ വെയിലായിട്ട് അത് വന്നിട്ട് ഒരു നല്ല കോമ്പസിഷൻ, പുരന്ദരദാസിന്റെ കോമ്പസിഷനാണ്. അതിലെ രാഗം നമ്മുടെ സിന്ധുഭൈരവി രാഗമാണ്, ആദ്യ താളമാണ്. മനോഹരമായ കോമ്പസിഷനാണ്. അതുപോലെ അടുത്ത് പറയാവുന്നതെന്ന് പറയുമ്പോൾ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ സാഹിത്യവും അതിൻ്റെ കൂടെ തന്നെ ജതികളും ഒക്കെ ഉൾപ്പെട്ട ഒരു ഭയങ്കര അടിപൊളി ഒരു നൃത്തരൂപമാണ്. അപ്പൊ അതിൽ വർണ്ണങ്ങളിലെ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു വർണ്ണമുണ്ട്, ട്രഡീഷണൽ വർണ്ണമാണ്. നമ്മുടെ അത് ഞാനൊന്ന്
വേളനീടം പോൽ ചൊല്ലടി സഖിയേ என்று 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 വേളനീടം ചൊല്ലടി സഖിയേ என்று വേളനീടം ചൊല്ലടി. ആ ഒരു ഐറ്റം നല്ല വർണ്ണമാണ്, വേലനിടം പോയി ചൊല്ലടി. അതിന്റെ രാഗം വരുന്നത് വജസ്പതി രാഗമാണ്, ആദ്യ താളം. പിന്നെ അതുപോലെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാല് ആ ഒരു ഐറ്റം വരുന്നത് വർണ്ണം, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ രാഗം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ഒന്ന് നമ്മുടെ ശ്രീരാഗത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു, പിന്നെ ഒന്ന് ശങ്കരാഭരണത്തിൽ. ഞാൻ ശങ്കരാഭരണമാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. ശങ്കരാഭരണം ആദ്യ താളത്തിൽ വരുന്നത് നല്ലൊരു കോമ്പസിഷനാണ്. അത് നമ്മുടെ പത്മനാഭനെ തന്നെ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ തില്ലാനകൾ എപ്പോഴും കേൾക്കാൻ ഇമ്പമാണ് തില്ലാനകള്. തില്ലാനകളിൽ മെയിനായിട്ട് ഏത് തില്ലാന എപ്പോ കേട്ടാലും എനിക്ക് കേൾക്കാൻ തോന്നും. തില്ലാനകൾ അത്രയും നമ്മുടെ എന്റെ കാര്യത്തിൽ തില്ലാന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ തില്ലാനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ മോഹന കല്യാണി തില്ലാനയാണ്. അത് നല്ലൊരു കോമ്പോസിഷനാണ്. പിന്നെ അതുപോലെ തന്നെ ധനശ്രീ തില്ലാന, അതും നല്ലൊരു കോമ്പോസിഷനാണ്. എനിക്ക് അത് നല്ല ഇഷ്ടമാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിന്ദോളം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. അത് ഹീം തലൻ തുടങ്ങുന്ന അത് നല്ല ഐറ്റം. പിന്നെ കോമൺലീസിലൊന്നും വരാത്തതാണ് നമ്മുടെ ഈ തായ യശോദ. അതുപോലെ തന്നെ മാടുമേക്ക് കണ്ണേനി പോക വേണ്ട, വെയിലത്ത് പോകണ്ടെന്ന് കണ്ണനോടൊക്കെ കളിക്കാൻ പോകണ്ടെന്ന് പറയുന്ന ഒരു രംഗമാണ്. അതിന്റെ രാഗം ചെന്തുരുത്തി രാഗമാണ്, താളമാണ് താളം. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കേട്ടിട്ടുള്ളതും കേൾക്കാത്തതും ഒക്കെ ആയിട്ട്. ഇപ്പൊ എന്റെ മിതമായ അറിവിൽ വെച്ച് ഞാൻ പറഞ്ഞതാണ്, ഒന്നും ആയിട്ടില്ല. നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. അപ്പോൾ നിലവിൽ അറിയുന്നത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരുപാട് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഇതിന്റെ രണ്ടിന്റെയും മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് അറിയാമെന്നുള്ള ആൾക്കാർ ഒരുപാട് കാണും. എനിക്ക് അറിയുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്.